ശരി, നമുക്ക് ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്കറിയാം CBSE പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാകെ അവതാളത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സാഹചര്യം അടക്കം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നീറ്റുമായിട്ടും CBSE പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടൊക്കെ ആകെ വലിയ കാര്യങ്ങൾ വലിയ അവതാളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളൊക്കെ വലിയ അരക്ഷിതാവസ്ഥയിൽ കൂടിയാണെന്ന് കൂടി അറിയുന്നു. അപ്പോൾ CBSEയിൽ എന്ത് നടപടി ഉണ്ടാകുന്നു, കേന്ദ്രം ഇതിനെതിരെ എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളതാണ് ഇനി പ്രധാനം. CBSE പുനർമൂല്യനിർണ്ണയത്തിൽ കരാർ കമ്പനിയെ ഒഴിവാക്കി. പുനർമൂല്യനിർണ്ണയത്തിനായി കോംപ്റ്റ് കമ്പനിയെ ഉപയോഗിക്കില്ല. പുനർമൂല്യനിർണ്ണയം CBSE സ്വന്തം പോർട്ടലിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. റഷീദ്, അങ്ങനെയാണെങ്കിൽ കരാർ കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ട് CBSE പോർട്ടലിൽ തന്നെയായിരിക്കും ഇനി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് എത്ര കണ്ട് നിലവിലെ അവസ്ഥയെ ലഘൂകരിക്കാൻ പോകുന്ന തീരുമാനമാണ്? ജിൽസി, OSM സംവിധാനത്തിനുണ്ടായിട്ടുള്ള തകരാറിനെ തുടർന്നുകൊണ്ടാണ് ഈ കരാർ കമ്പനിയായിട്ടുള്ള കോംപ്റ്റ് എഡ്യൂടെക്കിനെ പുനർമൂല്യനിർണ്ണയത്തിൽ നിന്നും ഇപ്പോൾ CBSE ഒഴിവാക്കിയിരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും വിദ്യാർത്ഥികളടക്കം വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രത്യേകം നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് CBSE ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. 6-ാം തീയതിക്ക് ശേഷം നടക്കുന്ന പുനർമൂല്യനിർണ്ണയത്തിനായി കോംപ്റ്റിന്റെ OSM സംവിധാനം ഒന്നും തന്നെ ഉപയോഗപ്പെടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ CBSE ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പുനർമൂല്യനിർണ്ണയം നടക്കുന്നത് അത് CBSEയുടെ സ്വന്തം പോർട്ടലിൽ തന്നെയായിരിക്കും. CBSEയുടെ അധ്യാപകർ തന്നെയായിരിക്കും ഈ പുനർമൂല്യനിർണ്ണയം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. OSM സംവിധാനത്തിലുണ്ടായിട്ടുള്ള തകരാറുകൾ അത് രാജ്യത്തിനകത്തെ നിരവധി വിദ്യാർത്ഥികളെയാണ് വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് CBSEക്ക് പോലും കർശനമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ നീക്കം CBSE നടത്തിയിരിക്കുന്നത്. ഇനി CBSEയുടെ സ്വന്തം പോർട്ടലിൽ തന്നെയായിരിക്കും ഈ പുനർമൂല്യനിർണ്ണയം നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ കോംപ്റ്റ് കമ്പനിക്ക് കൈമാറിയിരുന്ന വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകളും മറ്റു ഡാറ്റകളും ഒക്കെ തന്നെയും CBSEയുടെ സ്വന്തം പോർട്ടലിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി CBSE ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഈ കരാറിൽ നിന്നും കോംപ്റ്റ് എഡ്യൂടെക്കിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് CBSE കടന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചതിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഈ കോംപ്റ്റ് എഡ്യൂടെക്കിന്റെ നേതാക്കളുമായി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്നും അവരോട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ CBSEയുടെ സ്വന്തം പോർട്ടലിൽ തന്നെയായിരിക്കും ഈ പുനർമൂല്യനിർണ്ണയം നടത്തുക എന്നുള്ളതാണ്. 4 ദിവസത്തിനിടെ 56,000-ത്തിലധികം ആളുകളാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് ഈ പുനർമൂല്യനിർണ്ണയത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നാളെ കൂടി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട്. വ്യാപകമായിട്ടുള്ള രീതിയിൽ വലിയ പിഴവുകൾ OSM സംവിധാനത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ എഡ്യൂടെക്കിനെതിരെ കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ CBSE കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന വർഷങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു വാഗ്ദാനം കൂടി അല്ലെങ്കിൽ ഉറപ്പ് കൂടി ഇപ്പോൾ CBSE നൽകിയിരിക്കുകയാണ്. കാരണം CBSE ആദ്യമായാണ് ഈ വർഷം OSM സംവിധാനം നടപ്പിലാക്കുന്നത്. TCS പോലെയുള്ള കമ്പനികളെ മറികടന്നുകൊണ്ട് കോംപ്റ്റ് കമ്പനിക്ക് കരാർ മാറ്റി നൽകി എന്നുള്ള ചില ആരോപണങ്ങൾ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കോംപ്റ്റ് കമ്പനിക്കെതിരെ ഒരു നടപടിയെടുക്കുന്ന തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വൈകി എത്തിയിട്ടുള്ള ഈ വിവേകം അതിന് വിദ്യാർത്ഥികളെ എത്രത്തോളം സാധൂകരിക്കാൻ ആകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത്. ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോംപ്റ്റ് ഒന്നും വേണ്ട, ഞങ്ങൾ തന്നെ കാര്യങ്ങൾ നോക്കട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് CBSE. അതുപോലെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് കുട്ടികളുടെ ഭാവി വെച്ച് അമ്മാനമാടിയൊരു സംവിധാനമാകെ കുത്തഴിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് ആശങ്കപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഈ വാർത്തകൾക്കിടയിലൊക്കെ എന്നുള്ളത് കൂടിയാണ്. ശരി, അപ്പോൾ